ഒരു മെഡിക്കൽ കോളേജിന്റെ ഐസിയുയിൽ ഒരുപാട് പേഷ്യൻസ് ഉണ്ടായിരിക്കും. ഈ ഓരോ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സും ഐസിയുന്റെ വെളിയിൽ ഇതുപോലെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. തന്റെ പേഷ്യന്റിന് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവുമെന്ന് കരുതി ഐസിയുവിന്റെ വെളിയിൽ ഇതുപോലെ പായ് വിരിച്ചു കിടക്കുന്നുണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡയപ്പർ ചേഞ്ച് ചെയ്യാനോ, ഫുഡിനോ, അല്ലെങ്കിൽ ലാബ് ടെസ്റ്റിനോ, എന്തെങ്കിലും രീതിയിലുള്ള ബാത്റൂം കേസിനോ അങ്ങനെയുള്ള എന്തെങ്കിലും ആവശ്യം ഈ രോഗിക്ക് ഉണ്ടാവുകയാണെങ്കിൽ സാധാരണ ചെയ്യാറ് ഈ നഴ്സ് വെളിയിലേക്ക് വന്നിട്ട് ഐസിയുവിന്റെ വെളിയിലേക്ക് വന്നിട്ട് ആ ബൈസ്റ്റാൻഡറിനെ ഉണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ ആ സമയത്ത് ബൈസ്റ്റാൻഡർ അവിടെ ഉണ്ടാവുന്നില്ല. അവർ ബാത്റൂമിൽ പോവുകയോ ഭക്ഷണം കഴിക്കാനോ നമസ്കരിക്കാനോ വെളിയിൽ പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് അവിടെ രോഗിക്ക് കിട്ടേണ്ട ഒരു സർവീസ് കിട്ടുന്നില്ല. തിരിച്ച് വെളിയിൽ പോയ ബൈസ്റ്റാൻഡർ തിരിച്ചു വന്നിട്ട് നഴ്സിനോട് ചോദിക്കും, നിങ്ങൾ എന്നെ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കും. ഇങ്ങനെ ഓരോ ബൈസ്റ്റാൻഡർ തിരിച്ചു വന്ന് വിളിക്കുകയാണെങ്കിൽ ഇത് നഴ്സിന്റെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഇതിനുള്ള ആകെയുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഈ നഴ്സ് തന്റെ സ്വന്തം പ്രൈവറ്റ് ആയിട്ടുള്ള ഫോണിൽ നിന്ന് ബൈസ്റ്റാൻഡറെ വിളിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഓരോ സമയത്തും വിളിക്കുമ്പോഴും അവരുടെ കയ്യിൽ ഫോൺ നമ്പർ ലഭിച്ചു കഴിഞ്ഞാൽ അവർ വേറെ കുറെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും മരുന്നിന്റെ ഡൗട്ട് ചോദിക്കാനോ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി തിരിച്ച് ഈ നഴ്സിനെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഇത് നഴ്സിന്റെ പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങളെ ബാധിക്കുന്നതാണ്. സോ ഇതിനുള്ള എല്ലാ വിഭാഗത്തിലും ഉള്ള സൊല്യൂഷനാണ് ഹോസ്പിറ്റൽ ബൈസ്റ്റാൻഡർ കോളർ എന്ന കോൺസെപ്റ്റ്. ഒരു പോസ്റ്ററിൽ ഇതുപോലെ ഒരു QR കോഡ് ഉണ്ടായിരിക്കും. ഈ QR കോഡ് അടങ്ങിയിട്ടുള്ള ഒരു പോസ്റ്റർ ഐസിയുവിന്റെ വെളിയിൽ ഇതുപോലെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ബൈസ്റ്റാൻഡർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് ആയിരിക്കും ഈ പേസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഒരു ബൈസ്റ്റാൻഡറിന് ഈ ഒരു പോസ്റ്ററിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബൈസ്റ്റാൻഡറിന്റെ ഫോണിൽ ഉള്ള ആപ്പ് ഓട്ടോമാറ്റിക്കായി ഓൺ ആകും. ഈ ആപ്പിൽ തന്റെ ഉള്ളിൽ കിടക്കുന്ന ഐസിയുവിൽ ഉള്ളിൽ കിടക്കുന്ന ആ പേഷ്യന്റിന്റെ പേരും ബൈസ്റ്റാൻഡറായി നിൽക്കുന്ന ആളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുകയും ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകും. അതായത് ഒരു ബൈസ്റ്റാൻഡറെ സംബന്ധിച്ചിടത്തോളം ഒരു 10 സെക്കൻഡിന്റെ കാര്യം മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉള്ളിൽ കിടക്കുന്ന ഐസിയുയിൽ നിൽക്കുന്ന നഴ്സിന്റെ ഫോണിലേക്ക് നേരത്തെ ബൈസ്റ്റാൻഡർ ടൈപ്പ് ചെയ്യുന്ന ഡീറ്റെയിൽസ്, പേര്, ബൈസ്റ്റാൻഡറിന്റെ ഫോൺ നമ്പറും ഇതുപോലെ നഴ്സിന്റെ ഫോണിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. നഴ്സിന്റെ ഫോണിലുള്ള ആപ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഓരോ ബൈസ്റ്റാൻഡേഴ്സിന്റെയും പേര് വിവരങ്ങളും അതത് ബൈസ്റ്റാൻഡർ ഇതുപോലെ നൽകാവുന്നതാണ്. ഇനി ഈ നഴ്സിന് ഈ കാണുന്ന ഐസിയുള്ളിൽ കിടക്കുന്ന പേഷ്യന്റിനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യം കാണുന്ന ഈ സഹിൽ എന്ന പേഷ്യന്റിനെ വിളിക്കേണ്ടതെങ്കിൽ ഈ ബൈസ്റ്റാൻഡറാണ് വിളിക്കേണ്ടതെങ്കിൽ അവിടെ കാണുന്ന ആ കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ആ സഹിലിന്റെ ബൈസ്റ്റാൻഡറിന്റെ ഫോണിലേക്ക് ഇതുപോലെ കോൾ പോകും. മെഡിക്കൽ കോളേജിൽ നിന്നുള്ള അറിയിപ്പ്: ദയവായി ആശുപത്രി ഐസിയുവിലേക്ക് വരിക. മെഡിക്കൽ കോളേജിൽ നിന്നുള്ള അറിയിപ്പ്: ദയവായി ആശുപത്രി ഐസിയുവിലേക്ക് വരിക. മെഡിക്കൽ കോളേജിൽ നിന്നുള്ള അറിയിപ്പ്: ദയവായി ആശുപത്രി ഐസിയുവിലേക്ക് വരിക. ഇങ്ങനെ ഒരു കോൾ പോവുകയും ആ കോളിൽ കിട്ടിയ ശേഷം ബൈസ്റ്റാൻഡറിന് എവിടെയാണെങ്കിലും ആ ബൈസ്റ്റാൻഡറിന് ഐസിയുലേക്ക് വരികയും ചെയ്യാം. സോ നമ്മൾ വെളിയിൽ കാത്തു നിൽക്കേണ്ട, ബൈസ്റ്റാൻഡർ വെളിയിൽ കാത്തു നിൽക്കേണ്ട ഒരാവശ്യം ഉണ്ടാവില്ല. പക്ഷെ എവിടെ വേണമെങ്കിലും അവരുടെ കാര്യങ്ങൾ നോക്കി അവർക്ക് പോകാം. ഈ ഒരു സിസ്റ്റം ഓട്ടോമാറ്റിക്കായി അവർ വിളിക്കുകയും ചെയ്യും. ഇതിൽ വേറെ യൂസ് കേസ് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു പ്രായമായ സ്ത്രീയാണ് ബൈസ്റ്റാൻഡറിൽ നിൽക്കുന്നതെങ്കിൽ അവർക്കൊരിക്കലും ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ടൊന്നും അവർക്ക് ആ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ കഴിയണമെന്നില്ല. അതിന് അവർക്ക് സാധിക്കണമെന്നില്ല. ഇതിനുള്ള വേറെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു പേപ്പറിൽ ആ അകത്ത് കിടക്കുന്ന ഐസിൽ കിടക്കുന്ന തന്റെ പേഷ്യന്റിന്റെ പേരും ബൈസ്റ്റാൻഡർ ഫോൺ നമ്പറും എഴുതിയിട്ട് ആ നഴ്സിന്റെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ നഴ്സിന് അവരുടെ സ്വന്തം പ്രൈവറ്റ് ആയിട്ടുള്ള ഫോണിൽ നിന്ന് ഈ ബൈസ്റ്റാൻഡർ കോൾ ആപ്പിലേക്ക് രജിസ്റ്റർ ചെയ്യാം. ഇതുപോലെ വിനോദം ടൈപ്പ് ചെയ്യുക, ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ വരുന്നതാണ്. ഈ രീതിയിലും ആ ബൈസ്റ്റാൻഡർക്ക് ആ ബൈസ്റ്റാൻഡർ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നഴ്സിന് അവരുടെ ഫോൺ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ കഴിയും. ഈ സൊല്യൂഷനിലൂടെ വെളിയിൽ കാത്തു നിൽക്കുക, അതായത് ഇന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി വെളിയിൽ കാത്തു നിൽക്കേണ്ട ആവശ്യം ഒരിക്കലും ഒരു ബൈസ്റ്റാൻഡറിന് ഉണ്ടായിരിക്കുന്നില്ല. ബൈസ്റ്റാൻഡറിന് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി വെളിയിൽ പോകാം. ഓട്ടോമാറ്റിക്കായി ഈ ഹോസ്പിറ്റൽ ബൈസ്റ്റാൻഡർ കോളർ എന്നുള്ള ഈ ഒരു സിസ്റ്റം അവരെ ഓട്ടോമാറ്റിക്കായി വിളിക്കുന്നതാണ്. ആ സമയത്ത് മാത്രം അവർക്ക് ഐസിയുലേക്ക് വന്നാൽ മതി.